ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നോക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ. തൂവയൽ പന്തി കൂട്ടായ്മ തുടങ്ങി സാമൂഹിക പരിഷ്കർത്താവ് ആണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് തൂവയൽ പന്തി കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തത്. മംഗലം ലഹള, മുണ്ടക്കയം ലഹള, വാകത്താനം ലഹള എന്നിവ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടതാണ് മംഗലം ലഹള, മുണ്ടക്കയം ലഹള, വാകത്താനം ലഹള. യാചന യാത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാടുമായിട്ടാണ് യാചന യാത്ര ബന്ധപ്പെട്ടിരിക്കുന്നത്. ജീവിത സ്മരണകൾ എന്നത് ആരുടെ ഇതാണ്? മന്നത്ത് പത്മനാഭന്റേതാണ് ജീവിത സ്മരണകൾ എന്നത്. 108ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂറിലാണ്. 108ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി. അടുത്തത് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ഫാലി എസ് നരിമാൻ ആണ്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ഫാലി എസ് നരിമാൻ. ഇന്ത്യൻ ആർമിയിൽ സുബൈദാർ പദവി നേടിയ ആദ്യ വനിത പ്രീതി രജക് ആണ്. ഇന്ത്യൻ ആർമിയിൽ സുബൈദാർ പദവി നേടിയ ആദ്യ വനിത പ്രീതി രജക്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ് ആര്? സി അച്യുതമേനോൻ ആണ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ്. മഞ്ഞുമൂടിയ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേര്? ഹേക്കിസ്ട്രോ തെർമുകൾ. ഹേക്കിസ്റ്റോ തെർമുകൾ എന്നാണ് മഞ്ഞുമൂടിയ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേര്. ഹേക്കിസ്റ്റോ തെർമുകൾ. പഞ്ചേശ്വരം മൾട്ടിപർപ്പസ് പ്രൊജക്ട് ഇന്ത്യയും നേപ്പാളും തമ്മിലാണ്. പഞ്ചേശ്വരം മൾട്ടിപർപ്പസ് പ്രൊജക്ട് ഇന്ത്യയും നേപ്പാളും തമ്മിലാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും തുല്യ അധികാരവും തുല്യ ശമ്പളവും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും ഈക്വൽ ആയിട്ടുള്ള അധികാരവും ഈക്വൽ ആയിട്ടുള്ള സാലറിയും ആണ് വരുന്നത്. CAGയുടെ കാലാവധി എത്ര വർഷം? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം അതാണ് CAGയുടെ കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഭരണഘടനാ വിരുദ്ധമാണ് എന്നതിനെ തുടർന്ന് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നിയമം ഏത്? 2017-18 കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച ധനകാര്യ ബില്ലിലെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതിനെ തുടർന്ന് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത്. 2017 ധനകാര്യ ബില്ലിൽ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരം ഇല്ല. അപ്പൊ ഈ ഒരു പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കോൺസ്റ്റിറ്റ്യൂഷന് നല്ല ഒരു പ്രാധാന്യം കൊടുത്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അധികാരം ഉണ്ടോ? ഇല്ല. മനുഷ്യാവകാശ ലംഘനം നടന്ന് എത്ര വർഷത്തിനു ശേഷം കമ്മീഷൻ അന്വേഷിക്കാൻ കഴിയില്ല? 1 വർഷത്തിന് ശേഷം അന്വേഷണം നടത്താൻ പാടില്ല. മനുഷ്യാവകാശ ലംഘനം നടന്ന് 1 വർഷത്തിന് ശേഷം കമ്മീഷന് അന്വേഷിക്കാൻ കഴിയില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഗവർണർ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. നീക്കം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വേണം? പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നത്. ഏത് ജില്ലയിൽ ഒഴികെയാണ് കേരളത്തില് എല്ലാ ജില്ലകളിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലായി വരുന്നത്? ഇപ്പൊ 2011 സെൻസസ് അനുസരിച്ച് വന്നിരിക്കുന്ന ചോദ്യമാണ് ഇത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകളുടെ എണ്ണം
പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. പക്ഷെ ഒരു ജില്ലയിൽ ഒഴിച്ചിട്ടാണ് ഇത് വരുന്നത്. ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം. മലപ്പുറം ജില്ല ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല. കേരളത്തിൽ വയോമിത്രം പദ്ധതി നടപ്പാക്കുന്നതിന്, സേവനങ്ങൾ ലഭിക്കുന്നതിന് സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഉണ്ടോ? വയോമിത്രം പദ്ധതിയിൽ സേവനങ്ങളൊക്കെ ലഭിക്കാൻ സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ആൻസർ. പരിരക്ഷാ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിരക്ഷാ പദ്ധതി. ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ വാഹനങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ആശങ്കയാണ്. ബഹിരാകാശ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള ISROയുടെ പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേത്ര എന്ന പദ്ധതിയാണ്. ബഹിരാകാശ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള ISROയുടെ പദ്ധതി നേത്ര. ഇൻഫ്യൂസ് റോക്കറ്റ് ദൗത്യം വിക്ഷേപിച്ചത് ആര്? ഇൻഫ്യൂസ് റോക്കറ്റ് ദൗത്യം നാസയാണ് വിക്ഷേപിച്ചത്. ഐക്യരാഷ്ട്രസഭ 2025 ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി എന്നായിട്ടാണ് UN 2025 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. പടയണിയെ കുറിച്ച് പടയണിയുടെ ജീവതാളം എന്ന പുസ്തകം എഴുതിയത് ആര്? കടമ്മനിട്ടയാണ് പടയണിയുടെ ജീവതാളം എന്ന പുസ്തകം എഴുതിയത്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി തന്റെ ആദ്യ പ്രമേയമാക്കിയ കഥാപ്രസംഗത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CA സത്യദാസനാണ് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി തന്റെ ആദ്യ പ്രമേയമാക്കി കഥാപ്രസംഗം അവതരിപ്പിച്ചത്. CA സത്യദാസൻ. കഥാപ്രസംഗത്തിന്റെ ശതാബ്ദി വർഷമായിട്ട് ആചരിക്കുന്നത് 2024 കഥാപ്രസംഗത്തിന്റെ ശതാബ്ദി വർഷം. CPUവിനും അതിനിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള മെമ്മറി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് മെമ്മറി ആണ്. ChatGPTയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ www.openai.com ആണ് ChatGPTയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്. www.openai ആണ്. AI-യുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മക്കാർത്തി ആണ്. AI-യുടെ പിതാവ് ജോൺ മക്കാർത്തി. ട്രാൻസ്ജെൻഡറിന് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള യോഗ്യത ആർക്കാണ്? ജില്ലാ മജിസ്ട്രേറ്റിനാണ് ട്രാൻസ്ജെൻഡറിന് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള യോഗ്യത. ഏത് ഭേദഗതി പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത്. ലഹരി വർജന മിഷന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ് വിമുക്തി എന്നത്. ഇത് ആരംഭിച്ച വർഷം 2016 ആണ് വിമുക്തി മിഷൻ ആരംഭിച്ചത്. മിശ്ര കോളനി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി ആണ് അൽബുക്കർക്ക് എന്നത്. മിശ്ര കോളനി വ്യവസ്ഥ അൽബുക്കർക്ക്. ഇന്ത്യയിലെ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇന്ത്യൻ പ്രസ് വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരം ആണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരം രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം. ജനകീയ പദ്ധതി MN റോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോംബെ പ്ലാൻ JRD ടാറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കസ്റ്റംസ് ഡ്യൂട്ടി GSTയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണം. GSTയിൽ ഉൾപ്പെടാത്ത ഒരു പരോക്ഷ നികുതിയാണ്
കസ്റ്റംസ് ഡ്യൂട്ടി. ബോംബെ പ്ലാൻ JRD ടാറ്റ, ജനകീയ പദ്ധതി MN റോയ്. ഇപ്പൊ നമ്മൾ ഇന്ന് ടോട്ടൽ ക്വസ്റ്റ്യൻസ് 81 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്ത് നിൽക്കുന്നത്. ബാലൻസ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട കോഴ്സസ് ഇപ്പം റണ്ണിംഗ് ആണ്. ടീച്ച്മെന്റ് ആപ്പിനകത്താണ് ലൈവ് വരുന്നത്. 999 ആണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. 6 months ആയിരിക്കും, എക്സാം വരെ ഉണ്ടായിരിക്കും വാലിഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്രിലിംസിന്റെ ജോയിൻ ചെയ്യാം. മാത്സ് ഉൾപ്പെടെ ആണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 10th മെയിൻസിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. 750 rupees ആണ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ കോംബോ 1299 ആണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമൺ ആയിട്ടുള്ള കോംബോ ഓഫർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാവുന്നതാണ്. ലൈവ് സെഷൻസ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻസും അതുപോലെ തന്നെ എല്ലാവർക്കും PDF-ഉം അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും 12:30 OMR പരീക്ഷ നടത്തുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇതുപോലെ തന്നെ 10th ലെവൽസിന് വേണ്ടിയിട്ട് ഒരു കണക്റ്റഡ് പോയിന്റ്സ് തുടങ്ങുന്ന ഒരു ഫ്രീ കോഴ്സും യൂട്യൂബിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ കോഴ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.